നമസ്കാരം. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ സെക്സ് റാക്കറ്റിലേക്ക് എത്തിച്ച കേസിൽ പിടിയിലായ സിന്ധുവിനെ റിമാൻഡ് ചെയ്തു. ജൂൺ 4 വരെയാണ് റിമാൻഡ് കാലാവധി. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കേസിൽ 1-ാം പ്രതിയായ സിന്ധുവിന് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. കൂട്ടബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത് സിന്ധുവാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ സിന്ധു ഇടപാടുകാർക്ക് അയച്ചു കൊടുക്കും. വിലപേശൽ നടക്കുന്നതിന്റെ സ്ക്രീൻഷോട്ടുകൾ പോലീസിന് ലഭിച്ചു. മോഡലിംഗ് കണിയുടെ മുഖ്യ ആസൂത്രകയും സിന്ധുവാണ്. പ്രതിയുടെ ദുബായിലുള്ള കമ്പനിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വിസയ്ക്കും ടിക്കറ്റിനുമായി ഇവർ 47,000 രൂപ വാങ്ങി. 2026 ഫെബ്രുവരിയിൽ ദുബായിലെത്തിയ പരാതിക്കാരിയായ പെൺകുട്ടിയെ സിന്ധു എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി പാസ്പോർട്ടും മൊബൈൽ ഫോണും കൈക്കലാക്കി ബർദുബായിലുള്ള അപ്പാർട്ട്മെന്റിലെത്തിച്ചു. അവിടെ വെച്ച് കോളയിൽ വെളുത്ത ലഹരിപ്പൊടി കലർത്തി നൽകി മയക്കി കിടത്തി മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയുമായിരുന്നു. കൂട്ടബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ സിന്ധു ഫോണിൽ പകർത്തിയതിനു ശേഷം ഇത് പരാതിക്കാരിയുടെ ഭർത്താവിന് അയച്ചു കൊടുത്തു. കേസിൽ 5 പ്രതികളാണുള്ളത്. 1, 3, 4 പ്രതികൾ ഇതുവരെ പിടിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി അലീന, സിന്ധു, മഞ്ജിമ എന്നിവരാണ് അറസ്റ്റിലായത്. ഷംല, റഹ്മത്ത് എന്നിവരാണ് മറ്റു പ്രതികൾ. 2 5 പ്രതികൾ വിദേശത്താണ്. ഇവരെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടി തുടങ്ങി. പരാതിക്കാരിയെ 2-ാം പ്രതി ചൂരൽ ഉപയോഗിച്ച് മർദ്ദിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ശാരീരികവും മാനസികമായി പീഡിപ്പിച്ച 5-ാം പ്രതി പരാതിപ്പെട്ടാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. സിന്ധുവിനെതിരെ കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ സിന്ധു തന്നെയായിരുന്നു ഇടപാടുകാർക്ക് അയച്ചു നൽകിയിരുന്നത്. ഇടപാടുകാരിൽ ചിലരിൽ നിന്നുള്ള വാട്സാപ്പ് ചാറ്റുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഭയം കാരണം പല യുവതികളും ഇതുവരെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ദൃശ്യങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം അന്വേഷണം സിനിമ സീരിയൽ രംഗത്തുള്ളവരിലേക്ക് നീളുമെന്നും ചില സൂചനകളുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരാതിയുമായി സമീപിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കേസിന്റെ മാസ്റ്റർ ബ്രെയിനും മുഖ്യപ്രതിയുമായ സിന്ധുവിനെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സിന്ധുവിനെ കസ്റ്റഡിയിലെടുത്തതോടെ കേസിലെ നിർണായകമായ പല തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സിന്ധു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വലയിലാകുന്നത്. യുവതികളുടെ ചിത്രങ്ങൾ സിന്ധു ഇടപാടുകാർക്ക് മാത്രമല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അയച്ചു നൽകിയിരുന്നു. തുടർന്ന് പെൺകുട്ടികളുടെ ശരീരത്തിന് വിലയിട്ട് ഉറപ്പിക്കും. 25,000 രൂപ വരെ ഇത്തരത്തിൽ ഇവർക്ക് കമ്മീഷനായി ലഭിച്ചിരുന്നു. പണമിടപാടിനെക്കുറിച്ചും രൂപയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ദിവസേന ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളും ഈ റാക്കറ്റ് നടത്തിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ തവണയും പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ 25,000 രൂപ വരെ കമ്മീഷനായി ലഭിക്കുകയായിരുന്നു. ദുബായിൽ ഫാഷൻ ഷോ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചും മറ്റുമാണ് പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തിയിരുന്നത്. ഒരു ഷോയ്ക്ക് 50,000 രൂപ പ്രതിഫലം, മോഡലിംഗ് പരിശീലനം, ആഡംബര ഹോട്ടലിലെ താമസം, വിനോദയാത്ര, വിദേശത്ത് ജോലി തുടങ്ങിയ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് സിന്ധു യുവതികളെ പ്രലോഭിപ്പിച്ചത്. തുടർന്ന് സിന്ധു തന്നെ വിസ അടക്കമുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി ഇവരെ വിസിറ്റിംഗ് വിസയിൽ ദുബായിലെത്തുകയാണ് ചെയ്യുന്നത്. സിന്ധുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ഈ റാക്കറ്റിന്റെ പൂർണ്ണമായ വേരുകൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ക്രൂരവും സംഘടിതമായ ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ അറിയിച്ചു. ഇരകളെ ഉപയോഗിച്ച് സ്വർണ്ണക്കടത്ത് നടന്നതായി ഇതുവരെ വിവരമില്ലെങ്കിലും ഇതിലും അന്വേഷണം നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതികളെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്റർപോളിന്റെ സഹായം തേടുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്.